എൻ്റെ പേര് സിനു. എൻ്റെ ഹസ്ബൻഡ് അരുൺ, ഞങ്ങളുടെ മോൻ എൽവിൻ. ഞങ്ങൾ അയർലൻഡിൽ 2 പേരും നഴ്സുമാരായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2019 2019 ജൂണിൽ എൻ്റെ OET എക്സാമിന് വേണ്ടിയിട്ടായിരുന്നു. ഞാൻ ഒരു പ്രാവശ്യം IELTS എഴുതി, 2 പ്രാവശ്യം OET എഴുതി. അത് ഒന്നും എനിക്ക് വേണ്ട സ്കോർ ലഭിച്ചില്ല. 3ാമത് OET എഴുതുന്നതിന് മുൻപായിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. 1 മാസത്തിനുള്ളിൽ ഞാൻ വീണ്ടും എക്സാം എഴുതി. നല്ല ടഫായിരുന്നു എക്സാം. സ്പീക്കിംഗ് മാത്രമേ എനിക്ക് ഇച്ചിരി സിമ്പിളായിട്ട് തോന്നിയുള്ളൂ. ബാക്കി എല്ലാ മോഡ്യൂളും ഭയങ്കര ടഫായിരുന്നു. പക്ഷേ എൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള സ്കോർ ലഭിച്ചു. അങ്ങനെ ഞാൻ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. വിതിൻ 6 മന്ത്സിനുള്ളിൽ എനിക്ക് അയർലൻഡിൽ പോകാൻ ഒരു തടസ്സവും കൂടാതെ പോകാൻ പറ്റി. അത് കോവിഡ് ടൈം ആയിരുന്നു. 2020 മാർച്ചിലാണ് ഞാൻ അയർലൻഡിലെത്തിയത്. കോവിഡ് പീക്ക് ടൈമിലെത്തി നിൽക്കുന്ന സമയമായിരുന്നു. ഞാൻ പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ എയർപോർട്ട് അങ്ങനെ എല്ലാം ക്ലോസ് ചെയ്തു. അവിടുത്തെ എയർപോർട്ട് എല്ലാം ക്ലോസ് ചെയ്തു. അങ്ങനെ എനിക്കൊരു തടസ്സവും കൂടാതെ അയർലൻഡിലെത്തി. അവിടെ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട്. 14 നഴ്സിംഗ് പ്രൊസീജിയറുകൾ നമ്മളവിടെ ചെയ്ത് കാണിക്കണം. 2 ചാൻസേ ഉള്ളൂ. 2 ചാൻസിലും ഫെയിൽ ആയാലും നമ്മൾ തിരിച്ചു പോരണം. അതിനകത്ത് എനിക്ക് 14 എണ്ണത്തിൽ 8 എണ്ണത്തിന് ഞാൻ ഫെയിലായി. സെക്കൻഡ് ചാൻസിൽ ആ 8 എണ്ണവും എഴുതിയെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ പരിശുദ്ധ അമ്മയുടെ കാശ് രൂപം ഞാൻ കൊണ്ടുപോയിരുന്നു. ഉടമ്പടി തൈലം കൊണ്ടുപോയിരുന്നു. നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്താൽ സെക്കൻഡ് ചാൻസിൽ എനിക്ക് 8 എണ്ണവും എഴുതിയെടുക്കാൻ പറ്റി. അങ്ങനെ എനിക്കവിടെ നേഴ്സായിട്ട് പിൻ നമ്പർ കെട്ടി ജോലി ചെയ്യാൻ പറ്റി. 2ാമത് ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2022 ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത്. 2022 ജൂണിലാണ് എടുത്തത്. മോന് വേണ്ടിയിട്ടായിരുന്നു. മോൻ അയർലൻഡിലെത്തി. 5-6 മാസം കഴിഞ്ഞപ്പോൾ അവനൊരു ഫീവർ വന്നു. ഞങ്ങൾ വിചാരിച്ചു സാധാരണ ഫീവർ ആയിരിക്കുമെന്ന് വിചാരിച്ച് മരുന്നൊക്കെ കൊടുത്തു. 3 ദിവസം കഴിഞ്ഞിട്ടും കുറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് വോമിറ്റിങ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾ അടുത്തുള്ളൊരു ക്ലിനിക്കിൽ കൊണ്ട് കാണിച്ചപ്പോൾ വീണ്ടും മരുന്ന് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ വീണ്ടും ഞങ്ങൾ വെയിറ്റ് ചെയ്തു. പക്ഷേ 5-6 ദിവസമൊക്കെ ആയപ്പോഴത്തേന് അവൻ്റെ ഒരു സൈഡ് പാരലൈസായി, ഒരു കൈ അനക്കാതായി. നെക്സ്റ്റ് ഡേയിൽ അവൻ ചിരിക്കുമ്പോൾ വെള്ളം കുടിക്കുമ്പോഴൊക്കെ ഇങ്ങനെ വായിന്ന് ഊർന്ന് പോരാൻ തുടങ്ങി. ചിരിക്കുമ്പം ചുണ്ടൊക്കെ ഒരു സൈഡിലേക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ വീണ്ടും ആ ക്ലിനിക്കിൽ തന്നെ ചെന്നപ്പോൾ അവർ പറഞ്ഞു അർജൻറ്റായിട്ട് ന്യൂറോ ഹോസ്പിറ്റലിൽ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെയുള്ള പീഡിയാട്രിക് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു. അവരപ്പം തന്നെ സാധാരണ അവിടെ മെഡിക്കൽ അപ്പോയിൻമെൻ്റ് ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര നമ്മൾ ചെന്ന് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇവൻ്റെ സിറ്റുവേഷൻ കണ്ടപ്പോഴേ അവരപ്പം തന്നെ CT സ്കാൻ ചെയ്തു. CT സ്കാൻ ചെയ്തപ്പോൾ അതിനകത്ത് ബ്രെയിനിനകത്ത് എന്തോ ഒരു ഇൻഫ്ലമേഷൻ പോലെ ഉണ്ട്. അതുകൊണ്ട് ഇച്ചിരൂടെ വലിയ പീഡിയാട്രിക് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തോളാൻ പറഞ്ഞു. ആ മറ്റേ പീഡിയാട്രിക് ഹോസ്പിറ്റലിൽ നിന്ന് അവരുടെ മെഡിക്കൽ ടീം ഇങ്ങോട്ട് വന്ന് ഇവനെ ഷിഫ്റ്റ് ചെയ്തു. അവിടെ ചെന്നപ്പോൾ അവർ വീണ്ടും MRI സ്കാൻ ചെയ്തു. അതിനകത്ത് ഇവർ പറഞ്ഞ പോലെ തന്നെ എന്തോ ഉണ്ട്. അത് ട്യൂമർ ആകാം എന്നവർ പറഞ്ഞു. അങ്ങനെ അവരിടയ്ക്കിടയ്ക്ക് MRI സ്കാൻ ചെയ്തുകൊണ്ടിരുന്നു. ഞങ്ങൾ MRIക്ക് ഹസ്ബൻഡാണ് കൂടെ നിന്നത്. അപ്പോഴൊക്കെ ഉടമ്പടി കാശുരൂപം MRI ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഉടമ്പടി കാശുരൂപം കയ്യിൽ വെച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഓരോ MRI ചെയ്യുമ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലിക്കൊണ്ടിരുന്നു. അങ്ങനെ 6 ദിവസം ന്യൂറോ സർജിക്കൽ ICUലായിരുന്നു. ഹൈ ഡോസ് സ്റ്റിറോയിഡ്സ് ഒക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് അവർ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ ഡിസ്ചാർജ് ചെയ്തിട്ട് പറഞ്ഞു നെക്സ്റ്റ് ഒരാഴ്ച കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മൺഡേയിൽ വീണ്ടും വന്ന് അഡ്മിറ്റ് ചെയ്യണം, അത് ട്യൂമറാണ്, അപ്പം ബ്രെയിൻ ബയോപ്സി ചെയ്ത് ഒന്നുകൂടെ കൺഫേം ചെയ്യണം എന്ന് പറഞ്ഞു. ബ്രെയിൻ ബയോപ്സി ചെയ്യുന്നത് വെൻറ്റിലേറ്റർ സപ്പോർട്ടിലാണ്. ഞങ്ങൾ മെഡിക്കൽ ഫീൽഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര പേടിയായിപ്പോയി. ബ്രെയിൻ ബയോപ്സി എന്നൊക്കെ പറഞ്ഞ് വെൻറ്റിലേറ്ററിലൊക്കെ കിടത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഓൺലൈൻ ഉടമ്പടി എടുത്തു. ബ്രെയിൻ ബയോപ്സിക്ക് അഡ്മിറ്റ് ആവുന്നതിൻ്റെ തലേദിവസം വീണ്ടും ഉടമ്പടി എടുത്തു. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം ബയോപ്സിക്ക് വേണ്ടിയിട്ട് അഡ്മിറ്റായി. പക്ഷെ അന്ന് രാവിലെ ഡോക്ടർ പറഞ്ഞു നമുക്കൊരു MRIയും കൂടെ ചെയ്ത് നോക്കിയിട്ട് ഉച്ച കഴിഞ്ഞിട്ട് ബയോപ്സി ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ MRI ചെയ്യുന്ന സമയത്ത് ഞാൻ വീട്ടിൽ മുട്ടുകുത്തി നിന്ന് മാതാവിൻ്റെ ഒരു ചെറിയ രൂപം ഉണ്ടായിരുന്നു. ആ രൂപത്തിൻ്റെ മുൻപിൽ മുട്ടുകുത്തി നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഈ കാശുരൂപം പിടിച്ചുകൊണ്ട് മോൻ്റെ ദേഹത്ത് ഹസ്ബൻഡ് ഉടമ്പടി തൈലമൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ MRI കഴിഞ്ഞു എന്ന് എന്നെ ഹസ്ബൻഡ് വിളിച്ച് പറയുന്നിടം വരെ ഞാൻ അത്രയും സമയം മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലിക്കൊണ്ടിരുന്നു. MRI കഴിഞ്ഞപ്പം ഹസ്ബൻഡ് വിളിച്ച് പറഞ്ഞു അത് ട്യൂമർ അല്ല, അവർ ബയോപ്സി ക്യാൻസൽ ചെയ്തു, ബയോപ്സി വേണ്ട, ഇവനെ ഡിസ്ചാർജ് ചെയ്യുകയാണെന്ന് വിളിച്ച് പറഞ്ഞു. 1 മന്ത് കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ട് ഇനി അടുത്ത MRI ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നാട്ടിൽ വന്നു. വീണ്ടും ഇവിടെ ഒരു ഡോക്ടറെ കാണിച്ചു. അവനൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. തിരിച്ച് ചെന്നിട്ട് ഞങ്ങൾ വീണ്ടും കഴിഞ്ഞ 2022 23 മെയ്യിൽ ഞങ്ങൾ വീണ്ടും MRI ചെയ്തു.
അപ്പോൾ അവർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, അവനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുകയാണ്, ഇനി നിങ്ങൾ ഇങ്ങോട്ട് ഇവനെ കൊണ്ട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവനൊരു സൈഡ് എഫക്ട്സ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നെങ്കിൽ എന്തെങ്കിലും ലേണിംഗ് ഡിസബിലിറ്റി, അല്ലെങ്കിൽ കാഴ്ചയ്ക്ക് കുറവ്, അല്ലെങ്കിൽ കേൾവിക്ക് കുറവ്, അല്ലെങ്കിൽ ഒരു കൈക്കോ കാലിനോ നീളക്കുറവ് ഒക്കെ ഉണ്ടാകാം. അതൊക്കെ ഫിസിയോതെറാപ്പി കൊണ്ട് വളരെ കാലം ഫിസിയോതെറാപ്പി ചെയ്താൽ മാത്രമേ ശരിയാവുകയുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഒരു കുഴപ്പവും കൂടാതെ, ഒരു ഡിസബിലിറ്റിയും ഇല്ലാതെ ഇവൻ ഇപ്പോഴും ഒരു കുഴപ്പവും പഴയ പോലെ തന്നെ ഇരിക്കുന്നു. അമ്മയുടെ ഉടമ്പടി കാശുരൂപത്തിൻ്റെയും ഉടമ്പടി തൈലത്തിൻ്റെയും കൃപ ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് രോഗസൗഖ്യങ്ങൾ ഞങ്ങൾക്ക് അമ്മ മാതാവിൻ്റെ ഉടമ്പടി കാശുരൂപം വഴിയും ഉടമ്പടി തൈലം വഴിയും ലഭിച്ചിട്ടുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ 3 വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പം അയർലൻഡിൽ നിന്ന് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പത്രം ഞങ്ങൾ അന്ന് വാങ്ങിച്ചുകൊണ്ട് പോയതേ ഉള്ളൂ. പിന്നെ ഇപ്പോഴാണ് വരുന്നത്. വീണ്ടും ഞങ്ങൾ പത്രം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അല്ലാതെ ഓൺലൈൻ വഴി ഞങ്ങൾ ഷെയർ ചെയ്യുകയാണ്. അച്ഛൻ്റെ പ്രാർത്ഥനകളും സാക്ഷ്യങ്ങളും ഒക്കെ ഷെയർ ചെയ്യാറുണ്ട്. ഫ്രണ്ട്സിനോടൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് പറയുന്ന ഫ്രണ്ട്സിനോടൊക്കെ ഇവിടെ വരാൻ ഞങ്ങൾ പറഞ്ഞിട്ട് 1-2 പേരൊക്കെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ലീവിന് വരുമ്പോൾ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞങ്ങൾക്ക് അവിടെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നതിന് ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കൊക്കെ നാട്ടിലേക്ക് പൈസ അയച്ച് ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ പറയുകയാണ് ചെയ്യുന്നത്. അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ഇങ്ങോട്ട് സഹായം ചോദിക്കുന്നവരെയൊക്കെ ഞങ്ങൾ അങ്ങോട്ട് സഹായിച്ചിട്ടുണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇനിയും ഉടമ്പടിയിൽ ജീവിതകാലം മുഴുവൻ ഉറച്ച് നിൽക്കണമെന്ന് ഞങ്ങൾ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 21-ാം തിരുവചനം. യേശു പറഞ്ഞു, നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ഇവിടെ സുനിവും കുടുംബവും വന്ന് ഞങ്ങളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം നമ്മോട് ഏറ്റുപറയുമ്പോൾ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും അവർ നന്ദി പറയുകയാണ്. കാരണം ജീവിതത്തിൻ്റെ ഒരു വലിയ സങ്കട സമയത്ത് പരിശുദ്ധ അമ്മ അവർക്ക് താങ്ങായി തണലായി നിന്ന വലിയ ജീവിതാനുഭവത്തെക്കുറിച്ചാണ് അവരോട് പറഞ്ഞുകൊണ്ടിരുന്നത്. തൻ്റെ ഹസ്ബൻഡിൻ്റെയും മകൻ്റെയും ജീവിതാനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ വലിയ ഒരു വേദനാജനകമായ ഒരു അവസ്ഥയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. മകനെക്കുറിച്ച് അവർ വീണ്ടും പറയുന്നത് ഒരു ബ്രെയിൻ സപ്പോർട്ട് വെന്റിലേറ്ററിൻ്റെ സപ്പോർട്ടോടുകൂടിയാണ് ബ്രെയിൻ ബയോപ്സി ചെയ്തിരുന്നത്. ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും അവർ വൈദ്യശാസ്ത്രം കൈവിടുന്ന കേസിൽ ഇവരോട് വന്ന് ശക്തമായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവർക്ക് പരിശുദ്ധ അമ്മയുടെ ഇവിടെ നിന്ന് ലഭിച്ച ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് തൈലം പൂശി പ്രാർത്ഥിച്ച് നെക്സ്റ്റ് സ്കാനിങ്ങിൽ തന്നെ അവർ ഡോക്ടേഴ്സ് പറയുകയായിരുന്നു, ഇവന് ഇങ്ങനെയൊരു ബ്രെയിൻ സ്കാനിങ്ങിൻ്റെ ആവശ്യമില്ല, അത് നമുക്ക് ക്യാൻസൽ ചെയ്യാമെന്ന്. അതോടുകൂടി ആ മകൻ വളരെയധികം സൗഖ്യപ്പെടുകയും ആ മകനെ ഇന്ന് വളരെ ആരോഗ്യത്തോടുകൂടി നമുക്കിവിടെ അൾത്താരയിൽ കാണുവാനും സാധിക്കും. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. അതുപോലെ തന്നെ മകളുടെ എക്സാമിനെ കുറിച്ച് ആപ്റ്റിറ്റ്യൂഡ് എക്സാം എഴുതുമ്പോഴുണ്ടായിരുന്ന ആശങ്കകളെക്കുറിച്ച് പറയുകയുണ്ടായി. പല പ്രാവശ്യവും പൊട്ടിപ്പോയിട്ടും ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ തൻ്റെ ജീവിതത്തിന് ആവശ്യമായ വലിയൊരു സങ്കടത്തിലേക്ക് കടന്നു പോകാമായിരുന്ന എല്ലാ അവസ്ഥകളെയും പരിശുദ്ധ അമ്മ ഏറ്റെടുക്കുകയും ആപ്റ്റിറ്റ്യൂഡ് എക്സാം പാസ്സാകുവാനായി നമ്പർ നൽകുവാനായി പരിശുദ്ധ അമ്മ ഇവരെ സഹായിക്കുകയും ചെയ്തു. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നമ്മൾ ഏതൊരു തകർന്ന അവസ്ഥയിലായിരുന്നാലും ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഉടൻ പരിഹാരം നൽകുന്ന പരിശുദ്ധ അമ്മയെ നമുക്ക് എപ്പോഴും ചേർത്ത് പിടിക്കാം. പരിശുദ്ധ അമ്മയ്ക്ക് നമ്മുടെ എല്ലാ ജീവിതാവസ്ഥകളും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ്. പരിശുദ്ധ അമ്മ കുരിശിനടിയിൽ നിന്നപ്പോൾ മകൻ്റെ എല്ലാ വേദനകളും ഹൃദയത്തിൽ ഏറ്റെടുക്കുകയും ജനനം മുതൽ തന്നെ ഗാഗുൽത്ത വരെ തന്നെ ഈശോയുടെ കൂടെ സഞ്ചരിക്കുകയും ചെയ്ത അമ്മയ്ക്ക് നമ്മുടെ സങ്കടങ്ങളെല്ലാം മനസ്സിലാക്കുവാനും അതിനെല്ലാം സൗഖ്യം തരുവാനും അമ്മയ്ക്ക് സാധിക്കുമെന്നാണ് ഓരോ സാക്ഷ്യങ്ങളും നമ്മളോട് ഏറ്റുപറയുന്നത്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.